ചർച്ചയുടെ തുടക്കത്തിൽ ഇപ്പം നിഷാദ് ചൂണ്ടിക്കാണിച്ചതുപോലെ നമ്മുടെ എല്ലാം മനസ്സിൽ വരുന്നൊരു ചിത്രം എത്ര പവർഫുള്ളാണ് ഈ അജിത് കുമാർ. ദേശീയ തലത്തിൽ RSSന്റെ നേതാക്കന്മാരെ നേരിട്ട് പോയി കാണാനുള്ള പവറുള്ള, അതിനുള്ള സ്വാധീനമുള്ള ഒരു വ്യക്തി. കഴിഞ്ഞ സർക്കാരിനെ ഏതാണ്ട് പൂർണ്ണമായി കൺട്രോളിൽ നിർത്തിയിട്ടുള്ള ഒരു ഉന്നതനായ പോലീസുകാരൻ. ഇനിയിപ്പോൾ ഈ സർക്കാരിലേക്ക് വരുമ്പോൾ ഇതിൽ അഗ്രീവ്ഡ് പാർട്ടി ആരാണ്? ആലപ്പുഴ പോലെ വളരെ സുപ്രധാനമായ മണ്ഡലത്തിലെ ഭരണകക്ഷിയുടെ MLA ആണ് തല തല്ലിപ്പൊളിക്കപ്പെട്ടവരിൽ ഒരാൾ. അദ്ദേഹം നമുക്കൊക്കെ അറിയുന്നതുപോലെ കോൺഗ്രസിൻ്റെ ദേശീയ സംഘടനാ സെക്രട്ടറിയായ KC വേണുഗോപാലുമായി വളരെ അടുപ്പമുള്ള, KC വേണുഗോപാൽ തന്നെ ഈ ആലപ്പുഴ മണ്ഡലത്തിൻ്റെ MP ആണ്. അദ്ദേഹം വളരെ പരസ്യമായി കൃത്യമായി സതീശനേക്കാൾ വൈകാരികമായി പറഞ്ഞിട്ടുണ്ട്, ആക്ഷൻ ഉണ്ടാവുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇപ്പം ഇവിടെ യൂത്ത് കോൺഗ്രസ്സുകാരുടെ തല തല്ലിപ്പൊളിച്ചു എന്നുള്ളത് മാറ്റിവെച്ചാൽ ഇത് തല തല്ലിപ്പൊളിച്ചു എന്നെടുക്കുക. അങ്ങേയറ്റത്തെ മനുഷ്യാവകാശ ലംഘനത്തിന് കൂട്ടുനിന്ന, അങ്ങനെ കുറ്റം ചെയ്ത ഉദ്യോഗസ്ഥരെ രക്ഷിക്കാൻ ശ്രമിച്ച, അങ്ങേയറ്റം മോശമായിട്ടുള്ളൊരു മാതൃക സമൂഹത്തിലുണ്ടാക്കിയ ആളുകൾക്ക് വേണ്ടിയിട്ട് സാക്ഷികളാകാൻ വന്ന ആളുകളെ പോലും അവരുടെ സാക്ഷിമൊഴിയെ തിരുത്തിക്കാൻ ശ്രമിച്ച അങ്ങേയറ്റം കുറ്റം ചെയ്തൊരു വ്യക്തിയെ ഈ സർക്കാർ പേടിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് വലിയ ആശങ്കയുണ്ട്. ഒന്ന്, നമ്മൾ നേരത്തെ ചൂണ്ടിക്കാണിച്ചതുപോലെ, നിഷാദ് തുടക്കത്തിൽ ചൂണ്ടിക്കാണിച്ചതുപോലെ, ഈ RSSുമായിട്ടും കേന്ദ്ര രാഷ്ട്രീയക്കാരുമായിട്ടുള്ള ഇയാളുടെ ബന്ധം അത് തന്നെ നോക്കുക. കഴിഞ്ഞ സർക്കാരിൽ പോലും ഇയാൾ എന്തുകൊണ്ട് അജയ്യനായി നിലനിന്നു? ഇദ്ദേഹത്തിൻ്റെ മുന്നിൽ എങ്ങനെയാണ് ഒരു ഭരണ സംവിധാനം തന്നെ മൊത്തത്തിൽ വിറങ്ങലിച്ച് ഭവ്യതയോടുകൂടി കൈകൂപ്പി നിന്നു? ഇന്ന് നമ്മൾ നോക്കുക, എത്രയോ നാളുകളായിട്ട് ഇദ്ദേഹത്തിനെതിരെ വിമർശിച്ചുകൊണ്ടിരുന്ന, ശക്തമായ ഒറ്റയാൻ പോരാട്ടം നടത്തിക്കൊണ്ടിരുന്ന PV അൻവറിനെ പോലും കാണാനില്ല. അദ്ദേഹം ഇപ്പോൾ ഏതോ തുരങ്കത്തിലോ മാളത്തിലോ എവിടെയോ പോയോ ഒളിച്ചോ നമുക്കറിയില്ല. അല്ലെങ്കിൽ ഇന്ന് ഈ ചർച്ചയിലെങ്കിലും അദ്ദേഹത്തെ നമ്മൾ പ്രതീക്ഷിച്ചിരുന്നു, അദ്ദേഹം വരുമെന്നും അദ്ദേഹം അവസാനമായിട്ടെങ്കിലും ആഞ്ഞടിക്കുമെന്നും നമ്മൾ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. അൻവറിനെ പോലും കാണാനില്ല. അപ്പം ഈ ഒരു ലെവലിലേക്ക് വരുമ്പോൾ കേരളം കണ്ട സമീപ കാലഘട്ടത്തിലെ ഏറ്റവും വലിയ മനുഷ്യാവകാശ ലംഘനം, അന്നതിനിരയായ മനുഷ്യർ ഇന്ന് ഭരണകക്ഷിയുടെ MLA ആയി നിൽക്കുന്നു, ഭരണകക്ഷിയുടെ യുവജന പ്രസ്ഥാനത്തിൻ്റെ ശക്തനായ നേതാക്കളായി നിൽക്കുന്നു. ആ ആളുകൾക്ക് നീതി കിട്ടുന്നില്ലെങ്കിൽ ഈ നാട്ടിൽ ആർക്കാണ് നീതി കിട്ടാൻ പോകുന്നത്? അപ്പോൾ നമ്മളിപ്പോൾ ചോദിച്ചതുപോലെ ഈ തൂഫാൻ പ്രശ്നം, അല്ലെങ്കിൽ മറ്റുള്ള ഈ ചെറിയ ചെറിയ കേസുകളിൽ, അല്ലെങ്കിൽ CPM നേതാക്കന്മാർ സ്വാഭാവികമായും പ്രതികളായിട്ട് വരുന്ന കേസുകളിൽ സർക്കാർ കുറച്ച് കയ്യടി കിട്ടുന്ന കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ അപ്പുറത്തെ റിയൽ ആയിട്ടുള്ള ഇഷ്യൂസിൽ ഒരു പോലീസുകാരൻ നിയമലംഘകനായും മനുഷ്യാവകാശ ലംഘകനായും മനുഷ്യവിരുദ്ധനായിട്ടും വരുന്ന ഒരു സംവിധാനത്തിൽ, ഒരു സാഹചര്യത്തിൽ നിങ്ങൾ എന്ത് നടപടിയാണ് എടുക്കുന്നത്? അത് പറയാനുള്ള ബാധ്യത ആഭ്യന്തരമന്ത്രിക്കുണ്ട്, മുഖ്യമന്ത്രിക്കുണ്ട്, അതുപോലെ തന്നെ കോൺഗ്രസിൻ്റെ അഖിലാന്തര തലത്തിലുള്ള സംഘടനാ സെക്രട്ടറിക്കുണ്ട്. കാരണം അദ്ദേഹത്തിൻ്റെ മണ്ഡലത്തിലെ ആലപ്പുഴയിലാണ് ഇത് നടന്നത്. ഒരു MLAക്കാണ് ഈ ദുരന്തം വന്നത്. ഇപ്പം ഇവിടെ ഏറ്റവും അടിസ്ഥാനപരമായ കാര്യം, അടിസ്ഥാന മനുഷ്യാവകാശങ്ങളോട് VD സതീശൻ സർക്കാർ പുലർത്താൻ പോകുന്ന സമീപനം എന്താണ്? നമ്മൾ നോക്കുക, ആളുകളുടെ തലയടിച്ചു പൊട്ടിച്ചിട്ട് അത് ജീവകാരുണ്യ പ്രവർത്തനമാണെന്ന് പറഞ്ഞ ആളുകളെ, ആ രാഷ്ട്രീയത്തെയാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ജനങ്ങൾ തോൽപ്പിച്ച് വീട്ടിലിരുത്തിയതെങ്കിൽ അതേ ജനങ്ങളുടെ മുന്നിൽ അവരുടെ ക്ഷമയെ വെല്ലുവിളിച്ചുകൊണ്ട് ഇപ്പം നമ്മൾ ഇന്ന് രാവിലെ വിചാരിച്ചു എന്തോ നടപടി വരാൻ പോകുന്നു, തിരക്കിട്ടെന്തൊക്കെയോ നടക്കുന്നുണ്ട്, അവസാനം റിപ്പോർട്ട് വരും, ഈ മനുഷ്യനെ മാറ്റി നിർത്തും. ഇപ്പം നമ്മൾ കേൾക്കുന്നത് എന്താ? ഇദ്ദേഹത്തിനെതിരായിട്ടുള്ള റിപ്പോർട്ട് ഇപ്പം തിരിച്ചു വിളിപ്പിച്ചിരിക്കുകയാണ് DGP. വളരെ ആശങ്കയുണ്ടാക്കുന്ന ഒരു കാര്യമാണ്. കേരളത്തിൻ്റെ മുന്നോട്ട് പോക്ക് എങ്ങനെയാണെന്നുള്ളതിൻ്റെ കാര്യത്തിലുള്ള വലിയൊരു പ്രശ്നമുണ്ട്. കാരണം ഇയാൾ ചെറിയ ആളല്ലല്ലോ. തൃശ്ശൂർ പൂരം കലക്കി BJPക്ക് തൃശ്ശൂർ മണ്ഡലം ഏറ്റെടുക്കാൻ, സുരേഷ് ഗോപി ജയിപ്പിക്കാനുള്ള എല്ലാ അടിത്തറയും ഒരുക്കി കൊടുത്തു എന്നുള്ള അതിഗുരുതരമായ ആരോപണം നേരിടുന്ന ഒരാളാണ്. ഒരുപാട് കേസുകളിൽ അൻവറൊക്കെ പറഞ്ഞ കാര്യങ്ങളെ പൂർണ്ണമായിട്ട് മുഖവിലക്കെടുക്കാൻ പറ്റില്ലെങ്കിലും അതിൽ നിന്ന് കൃത്യമായ നിഷേധമോ വിശദീകരണമോ ഇദ്ദേഹത്തിൽ നിന്ന് പോലും ഉണ്ടായിട്ടില്ല. അപ്പോൾ സ്വർണ്ണക്കടത്ത് മുതൽ അധോലോകവുമായുള്ള ബന്ധം മുതൽ ഒരു പോലീസുകാരൻ ചെയ്യാൻ പാടില്ലാത്ത, ഒരു ജനാധിപത്യ സമൂഹത്തിന് ഒരിക്കലും അനുഗുണമല്ലാത്ത കാര്യങ്ങൾ ചെയ്തു എന്ന് ആരോപിക്കപ്പെടുന്ന ഒരു വ്യക്തി ഒരു നടപടിക്ക് വിധേയനാകാതെ പുതിയ പുതിയ ചുമതലകളിലേക്ക് ഏറ്റവും പ്രധാനപ്പെട്ട പോലീസിൻ്റെ തലപ്പത്തേക്ക് വരുന്നു എന്ന് പറയുന്നത് ഇത് വളരെ വളരെ നമ്മളെല്ലാം പേടിപ്പിക്കുന്ന ഒരു സംഭവമാണ്.